പ്രാക്ടിക്കലാക്കി വ്യക്തി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൻ്റെ എ തൊട്ട് സെറ്റ് വരെ, കുടിൽ തൊട്ട് കൊട്ടാരം വരെ അത് ആ ഖുർആന് തന്നെ നടപ്പാക്കി. എത്രത്തോളം ചോദിക്കപ്പെട്ടു ആയിഷയോട്, എങ്ങനെയാണ് നബിയുടെ ജീവിതം പറയപ്പെട്ടു. കാന ഖുലുഖുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം തന്നെ ഖുർആനായിരുന്നു. അതെ, നബിയുടെ സ്വഭാവം തന്നെ ഖുർആനായിരുന്നു എന്ന് പറയുന്നതായ ആ അന്തരീക്ഷത്തിലേക്ക് ഒരു സഹാബി വന്ന് പറയുന്നു, ദൂതരേ, നിങ്ങളെക്കുറിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, അകലെ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കണ്ടാലേ തീരൂ എന്ന് തോന്നും. അങ്ങനെ നിങ്ങളെ വന്ന് കാണുമ്പോഴാണ് എനിക്ക് സമാധാനം ഉണ്ടാവുക. നിങ്ങൾ ഈ ലോകത്തോട് വിട വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ ഞങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെടാൻ എങ്ങനെ ചാൻസ് കിട്ടുമെന്ന് ചോദിക്കും പോലെ, വലൗ കുന്ത ഫളൻ ഖലീലൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അതിന്റെ അസ്ബാബുൻ നുസൂലായിട്ട് ഈ സംഭവം സലഫുസ് സാലിഹ്യങ്ങൾ വിശദീകരിക്കുന്നതായിട്ട് കാണാം. പറഞ്ഞു വരുന്നത്, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് സമീപിച്ച സമീപനം ഏത് രൂപത്തിലാണ് എന്നത് നാം മനസ്സിലാക്കി. ആ സമീപനം ലോകത്തോടാസകലം ഏത് സന്ദർഭത്തിലും, അപകട മേഖലയിലും അല്ലാത്ത സന്ദർഭത്തിലും, വിപ്ലവം ഉണ്ടാകുന്ന സന്ദർഭത്തിലും അല്ലാത്ത സന്ദർഭത്തിലും, ഭിന്നിപ്പും അനാചാരവും അക്രമവും അനീതിയും നടമാടുന്ന കാലഘട്ടത്തിലും അല്ലാത്ത സന്ദർഭത്തിലും എല്ലാം അതേ ശൈലി അംഗീകരിക്കുകയാണെങ്കിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുത്തബിആയി മാറാം. അതോടൊപ്പം നബിയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ നമുക്ക് പരിചയമുള്ളതായ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സിദ്ദീഖീങ്ങളെ കുറിച്ചും സാലിഹീങ്ങളെ കുറിച്ചും ശുഹദാക്കളെ കുറിച്ചും പറഞ്ഞ ശേഷം അവരോടുകൂടിയാണ് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദൂതരെയും അനുസരിച്ച് ജീവിച്ചവരെന്ന് പറഞ്ഞ ശേഷം വഹസുന ഉലൈക റഫീഖ, നല്ലൊരു കൂട്ടുകാർ എന്ന് പറഞ്ഞു. ആ നല്ലൊരു കൂട്ടുകാരൊപ്പം നിങ്ങൾക്ക് ജീവിക്കാം എന്ന് ആ സഹാബിയോട് പറയും പോലെ എന്നോടൊപ്പം, എൻ്റെ കൂടെയുള്ള നബിമാരോടൊപ്പം നിങ്ങൾക്ക് ജീവിക്കാം. പ്രവർത്തനത്തിലൂടെയാണ്. സ്നേഹം കൊണ്ട് മാത്രം പോരാ. സ്നേഹത്തോട് എന്ത് വേണം? മുഖാറനത്തായിട്ട് പ്രവർത്തനം കൂടിച്ചേരണം, കൂടിക്കലരണം. എന്നാലേ അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് മദീനയും പഠിപ്പിക്കുന്ന പാഠമാണ്, സന്ദർശകരെ മനസ്സിലാക്കേണ്ട പാഠമാണ്. ഇത് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വാഗ്ദാനം ചെയ്തതനുസരിച്ച്, ഉടമ്പടി ചെയ്തതനുസരിച്ചിട്ട് മിനയിൽ വെച്ച് നുബൂവത്തിന്റെ 11-ാം വർഷം, 12-ാം വർഷം, 13-ാം വർഷം മദീനവാസികൾ ബൈഅത്ത് ചെയ്തതനുസരിച്ചിട്ട് ഇവിടെ വന്നു. എന്ത് ചെയ്തു? ആ പറഞ്ഞ എഗ്രിമെന്റ് അനുസരിച്ചിട്ട് നബിയോടൊപ്പം നബി പോയ പോരാട്ടത്തിലെല്ലാം ബേക്കിൽ അബൂബക്കർ അടക്കം. എന്നിട്ടോ നബിയോട് ബൈഅത്ത് ചെയ്തതായ അൻസാറുകൾ എങ്ങനെ ബൈഅത്ത് ചെയ്തു അതേ രൂപത്തിൽ ഒരാൾ വന്നിട്ട് പറയുന്നു, റസൂലേ, ഞാൻ നിങ്ങളിലേക്കും അള്ളാഹുവിലേക്കും നിങ്ങളിലേക്കും ഹിജ്റ വന്നിരിക്കുകയാണ്, ബൈഅത്ത് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബൈഅത്ത് നടത്തി റസൂൽ സ്വീകരിച്ചു. അല്പകാലം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാട്ടങ്ങളിൽ വിഷയത്തിൽ നിന്ന് കുറച്ച് ദൂരം പോയി നിങ്ങൾക്ക് തോന്നും. ഇന്ന് ഇമാമ് മക്കായിൽ സംസാരിച്ച വിഷയമല്ല എങ്കിലും ഞാൻ അതേ വിഷയത്തിലേക്ക് പെട്ടെന്ന് മടങ്ങും. സന്ദർശകരെ പരിഗണിച്ചുകൊണ്ട് അല്പം കലർത്തി സംസാരിക്കുകയും ചെയ്യും. ആ സഹാബി പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ റസൂൽ ഈ ഒരു പോരാട്ടത്തിൽ വിജയിച്ചു. ഗനീമത്ത് മുതലുകൾ അവിടെ റസൂലുള്ളാഹി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ, അവിടെ ഓഹരി വെച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ സഹാബിയുടെ ഓഹരി വരുന്നു. അദ്ദേഹത്തോട് ആ ഗനീമത്ത് ഏൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ നിങ്ങളോട് ബൈഅത്ത് ചെയ്തത്, ഞാൻ നിങ്ങളോട് എഗ്രിമെന്റ് ചെയ്തത് ഈ കടാരിയെ പോലത്തെ കടാരി ഇവിടുന്ന് കിടക്കണം, ബേക്കിൽ വരണം, എന്നിട്ട് ഷഹീദാവണം, എന്നിട്ട് സ്വർഗത്തിലേക്ക് എനിക്ക് പറന്നു ചെല്ലണം. അതിനു വേണ്ടിയാണ് ദൂതരേ. അതാണ് അവരുടെ ആഗ്രഹം. അവർക്ക് അള്ളാഹുവിന് വേണ്ടി ശരീരത്തെ ആഹുതി ചെയ്ത് റബ്ബിന്റെ പ്രീതി നേടണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നവരായിരുന്നു. അതുകൊണ്ട് അവർ പ്രവർത്തനം കുറിച്ചു ചെയ്ത ബൈഅത്ത് എന്നതാണ്. നാം ബഹുഭൂരിപക്ഷം, നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇന്ന് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഇന്ന് മക്ക ഇമാമ് പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടാണ് നിർത്തി വെച്ചു പോയ, ഇവിടെ പരസ്യപ്പെടുത്തി പോയ, ഇവിടെ പ്രചരിപ്പിച്ചു പോയ, ഇവിടെ സ്ഥാപിച്ചു പോയ, ഇവിടെ നിർത്തിപ്പോയതായ ആ മൻഹജല്ല, ആ തത്വമല്ല അംഗീകരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ റസൂലുള്ള പറഞ്ഞതുപോലെ, അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഉന്നതർ. നിങ്ങളെ നികൃഷ്ടരാക്കുവാനോ നിന്ദ്യരാക്കുവാനോ പരാജയപ്പെടുത്തുവാനോ തരാൻ താഴ്ത്തുവാനോ ലോകത്തൊരു ശക്തിക്കോ വ്യക്തിക്കോ സാധിക്കുക തന്നെ ഇല്ല, സാധിച്ചിട്ടില്ല, സാധിക്കുന്നതുമല്ല. പക്ഷേ എന്താണ് നിബന്ധന? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളായിരിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന,
അള്ളാഹ്ക്ക് മാത്രം ആരാധന സമർപ്പിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ജീവിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം മരിക്കാൻ തീരുമാനിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് ഭയപ്പെടുന്ന, സ്നേഹിക്കുന്ന, എല്ലാ പ്രശ്നം അള്ളാഹിലേക്ക് മാത്രം ബരമേൽപ്പിക്കുന്ന, അള്ളാഹിനോട് മാത്രം പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കൈപ്പൊക്കുന്ന, സ്നേഹം അള്ളാഹ്ക്ക് വേണ്ടി, ജീവിതം അള്ളാഹ്ക്ക് വേണ്ടി, ഭയം അള്ളാഹ്ക്ക് വേണ്ടി, സന്തോഷം അള്ളാഹ്ക്ക് വേണ്ടി, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കി മാറ്റുന്ന മുഹിദ് മുഅ്മിൻ ആയി മാറിയാൽ ലോകം നിങ്ങളെ ഭയപ്പെടും. നിങ്ങൾക്ക് അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം ജീവിക്കാൻ സാധിക്കും. നേരെ മറിച്ച് സംഭവിക്കുന്നത് എന്തുകൊണ്ട്? ഇമാം തുടരുന്നു, മക്ക ഇമാം നാം റൂട്ട് മാറ്റി. പക്ഷേ അദ്ദേഹം ദുഃഖത്തോടു കൂടി പറയുന്നു, മുസ്ലിങ്ങൾക്ക് പണ്ട് സലഫുസ് സാലിഹീങ്ങൾ വരച്ചതായ ലൈനിലൂടെ ജീവിക്കണമെന്ന നിർബന്ധമുണ്ടായ കാലഘട്ടമാകുന്ന റസൂൽ ഉണർത്തിയതായ ഖൈറുന്നാസി ഖർനി, എൻ്റെ കാലഘട്ടം ഉത്തമ സമുദായം ജീവിക്കുന്ന കാലഘട്ടമാണ്. വല്ലദീന യലൂനഹും, പിന്നെ സുമ്മല്ലദീന യലൂനഹും, പിന്നെ തൊട്ടെ മൂന്നാമത്തതിനെ കുറിച്ച് പറഞ്ഞില്ലേ? ചർച്ചയും ഉണ്ട്. പക്ഷേ ഹദീസ് സ്ഥാപിക്കപ്പെട്ടതായ ഹദീസാണ്. റസൂൽ പറയുന്നു, 3 നൂറ്റാണ്ടിൽ മുൻപന്മാരായ റസൂലിന്റെ കാലഘട്ടം തൊട്ട കാലഘട്ടം അഥവാ ഇമാം ബുഖാരി അടക്കം ഇമാം മുസ്ലിം അടക്കം ജീവിച്ച കാലഘട്ടം എന്ന് പറയാം. കാരണം ഇമാം ബുഖാരി മരിച്ചത് 256-ലാണ്, ഹിജ്റ 256-ലാണ്. ഇമാം ഷാഫി മരിക്കുന്നത് ഹിജ്റ 150-ൽ ജനിച്ച് 204-ൽ മരിക്കുന്നു. അതെ, അപ്പോൾ നമ്മുടെ ഇമാമുകളിൽ നിന്നിട്ട് പ്രഗത്ഭരായ നാം അംഗീകരിക്കേണ്ടതായ ഇമാമുകൾ ജീവിച്ചതായ ആ അഖീദയെ, ആ വിശ്വാസത്തെ, ആ ആദർശത്തെ വേണ്ടതുപോലെ സംരക്ഷിച്ചുകൊണ്ട് പുസ്തകത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ദഅവത്തിലൂടെയും പോരാട്ടത്തിലൂടെയും മത്സരത്തിലൂടെയും ശരീരത്തെ ആഹൂതി ചെയ്തതിലൂടെയും സ്ഥാപിച്ചു പോയതായ ഇമാമുകൾ ജീവിച്ച ആ ഉത്തമ സമുദായം, അതാണ് ഒറിജിനൽ സലഫികൾ ജീവിച്ച, ഒറിജിനൽ സലഫുസ് സാലിഹീങ്ങൾ ജീവിച്ച ആ നൂറ്റാണ്ടിൽ ജീവിച്ചവർക്ക് മാത്രമേ സലഫികളെന്നോ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിലൂടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നോ പറയാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ സാലിഹ് ആല താലിബ് മക്കയിൽ ഇന്ന് സംസാരിച്ച ശൈലിയാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, പിൻകാലഘട്ടത്തിൽ ഒരു വിഭാഗം വന്നു. എന്നിട്ടോ പണ്ട് ആ വെച്ചതായ പേര് മാത്രം നിലകൊള്ളുകയും ആ പേരിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന പ്രവർത്തനം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന വിഭാഗം അതേ പേരിൽ കൂടി ജീവിച്ചപ്പോൾ അവരുടെ മേലിൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖത്തിന് കരിവാരിത്തേക്കാൻ കാരണക്കാരായി തീർന്നു. പിന്നെ വന്നവർ പറഞ്ഞു വരുന്നത് പേര് പോരാ, അഡ്രസ്സ് പോരാ. ഞങ്ങൾ മുത്തബിഈങ്ങളാണ്, സലഫ് സാലിഹീങ്ങളെ പിൻപറ്റുന്നവരാണ് എന്ന വാദം നാം തെളിയിക്കണം, നാം നിലനിർത്തണം, നാം സ്ഥാപിക്കണം. എത്രത്തോളം നമ്മുടെ നേതാക്കളിൽ ഒരു നേതാവായ മുസ്ലിം ലോക പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായി അറിയപ്പെടുന്നതായ മഹാനായ അൽ ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങൾക്കറിയാം, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ജീവിച്ചത് 4ാമത്തെ വ്യക്തിയായിട്ടാണെങ്കിലും മറ്റുള്ളവരെല്ലാം വിഴുങ്ങിയ ഹദീസുകളും എൽമുകളും വിഴുങ്ങിയതായ മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. മറ്റു പണ്ഡിതന്മാരിൽ നിന്നിട്ട് വ്യത്യസ്തമായി അദ്ദേഹത്തിന് ഹദീസുകൾ ശേഖരിക്കാനുള്ള അന്തരീക്ഷവും ചുറ്റുപാടും ലഭിച്ചത് കൊണ്ട് തന്നെ അവര് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു. 15 വയസ്സ് വരെ ഉമ്മ നമസ്കരിക്കാൻ വേണ്ടി കുട്ടിയെ പള്ളിയിലേക്ക് തഹജ്ജുദിന്റെ ടൈമിൽ തന്നെ ഉദൂ പിടിപ്പിച്ചിട്ട് കൊണ്ടുപോയി കാത്തിരിക്കും ഉമ്മ, എന്നിട്ട് കൊണ്ടുവരും. അങ്ങനെ ശിക്ഷണ നടത്തിയതായ ഉമ്മ വാപ്പ ചെറുപ്പത്തിലെ മരിച്ചത് കൊണ്ട് ആ ഉമ്മ 15 വയസ്സായപ്പോൾ ഇറാഖിലും കൂഫയിലും ബസറയിലും ഉള്ള പണ്ഡിതന്മാരെ സമീപിച്ചിട്ട് എൽമുകൾ എൻ്റെ മകൻ വിഴുങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മകനോട് പറഞ്ഞു, മകനെ ഇവിടെ നിൽക്കണ്ട, പോ. അങ്ങനെയാണ് നാമൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ മക്കളെ നാട് വിട്ടു പോകാൻ ഇഷ്ടപ്പെടുകയില്ല. എന്തിന് നാട് വിടുന്ന കാര്യം? എന്തെങ്കിലും അപകടമൊന്നുണ്ടെന്ന് കേട്ടാൽ ആ അപകടത്തെ നേരിടണം. അത് മുസ്ലിങ്ങൾക്ക് എതിരുള്ള അപകടമാണ് എന്ന് അറിഞ്ഞാൽ പോലും പത്തായത്തിൽ ഒളിപ്പിക്കൽ ആ മക്കളെ. ചുരുക്കത്തിൽ അവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് 15 വയസ്സായപ്പോൾ ഉണക്കുറൊട്ടിയും വെള്ളവും കൊടുത്തുകൊണ്ട് കുട്ടിയോട് പറയുന്നു, പോയിക്കോ കുട്ടിയെന്ന്. എവിടേക്ക്? എൽമ പഠിക്കാൻ. എവിടേക്ക്? ഷാമ് മാത്രമല്ല, പിന്നെയോ ഹിജാസിലേക്ക്, പിന്നെയോ യമനിലേക്ക്. അവിടെയെല്ലാം പൊളച്ച പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ യമനിലേക്ക് പോയി കൊണ്ട് അവിടെയുള്ള ഇമാമിനെ കാണണം, ആ ഇമാമിനെ സമീപിക്കണം, എന്നിട്ട് ആ ഇമാമിൽ നിന്നിട്ട് എൽമ ശേഖരിക്കണം. അങ്ങനെ എൽമുള്ള സ്ഥലത്തേക്ക് കുട്ടിയെ അയക്കാൻ വേണ്ടി
പരിശ്രമിച്ച ഉമ്മ, നമ്മുടെ ഉമ്മ, നാം, നമ്മുടെ ശിക്ഷണം, നമ്മുടെ മക്കൾ ഒരു ചെറിയ താരതമ്യേന പഠനം എല്ലാവരും നടത്തുക. പെട്ടെന്ന് സ്പീഡിൽ പറയേണ്ടി വരും, കാരണം ടൈം വളരെ പരിമിതമാണ്. ഉച്ചക്ക് ളുഹറിന്റെ ശേഷം അങ്ങനെയുള്ളതായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ലോക പണ്ഡിതനായി മാറിയതായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ, അഥവാ റസൂൽ സൂചിപ്പിച്ചതായ 3 നൂറ്റാണ്ടിന് സമാപനം കുറിക്കാൻ പോവുകയാണ്. അപകടങ്ങൾ വ്യാപകമാകാൻ പോകുന്ന കാലഘട്ടം. ഖവാരിജികൾ ഉടലെടുത്തു, മുഅ്തസിലികൾ ഉടലെടുത്തു, ജഹ്മികൾ ഉടലെടുത്തു, മുഅ്തലിങ്ങൾ ഉടലെടുത്തു, ബാത്തിനീസത്തിന്റെ ഉടമകൾ ഉടലെടുത്തു. അഥവാ പുറത്തു വേറെ, രഹസ്യമായ അമൽ വേറെ, പരസ്യമായ അമർ വേറെ. പരസ്യമായ രൂപത്തിൽ മുഹമ്മദിനെ സ്നേഹിച്ചാൽ, അതുപോലെ അലിഗിനെ സ്നേഹിച്ചാൽ, ഹസനെ സ്നേഹിച്ചാൽ, ഹുസൈനെ സ്നേഹിച്ചാൽ, ഫാത്തിമയെ സ്നേഹിച്ചാൽ 5 വക്ത് നമസ്കരിച്ചതിന് പകരമെന്ന് പറയുന്ന വിഡ്ഢിത്തം പറഞ്ഞ് നടക്കുന്നതായ ബാത്തുനീസത്തിന്റെ ഉടമകളെല്ലാം വ്യാപകമായി. ആ സന്ദർഭത്തിൽ പല പല പേരുകളിൽ മുസ്ലിങ്ങൾ പ്രകടമായപ്പോൾ അന്ന് ജീവിക്കുന്ന ഒറിജിനൽ സലഫുസാലിഹീങ്ങളുടെ പിന്തുടർച്ച കൈകൊണ്ട് ജീവിക്കുന്നവർ തീരുമാനിച്ചു, നമുക്ക് ഒരു പേര് വേണം. അങ്ങനെ വെക്കപ്പെട്ട പേരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സലഫുസാലിഹീങ്ങൾ കൊണ്ടുവന്ന ഖുർആനും സുന്നത്തും അവരുടെ ജീവിതവും അനുസരിച്ചിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം എന്ന അർത്ഥം ഉൾക്കൊള്ളുന്നതായ ഒരു പദം അവർക്ക് പേര് സെലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ സലഫികൾ എന്നോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തോ എന്ന് പറഞ്ഞാൽ അതെല്ലാം പദത്തിൽ വ്യത്യസ്തമുണ്ടെങ്കിലും അർത്ഥത്തിൽ ഒന്നാണ്. ഇവിടെ ഇമാം പറഞ്ഞു വന്നത്, മക്ക ഇമാം ആ പറയുന്നതായ സലഫുസാലിഹീങ്ങളുടെ ആളാണെന്ന് പറയുന്നവര് അതേ പേരിൽ പ്രവർത്തിച്ചോ? ഉണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്നത്തെ യുഗത്തിൽ ആക്രമണങ്ങൾ, അനീതികൾ, പൊട്ടിത്തെറികൾ, പൊട്ടിപ്പുറപ്പെടലുകൾ, അപ്രകാരം തന്നെ തോന്നിവാസങ്ങൾ, അനാചാരങ്ങൾ, ദീനിനെ ബിസിനസ്സാക്കി മാറ്റലുകൾ, ദീനിന്റെ പേരിൽ കച്ചവടം നടത്തലുകൾ, അങ്ങനെ ധാരാളം ഖുറാഫാത്തുകൾ, ബിദ്അത്തുകൾ ഇതെല്ലാം ചെയ്തതിന്റെ ശേഷം പേര് ഞങ്ങൾ സലഫികളാണ്. റേഡിയോയിൽ, വാർത്താവിനിമയ കേന്ദ്രങ്ങളിൽ, നെറ്റുകളിൽ, ഡിഷുകളിൽ, അതെ വെബ്സൈറ്റുകളിൽ. എന്തിനാണ്? ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖത്തേക്ക് കരിവാരി തേക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ ലോകത്ത് നടക്കുന്ന പരാക്രമം, അനീതി, പൊട്ടിത്തെറികൾ, അനാചാരങ്ങൾ ഇതെല്ലാം ആര് കാട്ടുന്നു? അത് യഥാർത്ഥത്തിൽ വഹാബികൾ കാട്ടുന്നു. ആര് കാട്ടുന്നു? സലഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ കാട്ടുന്നു. ആര് കാട്ടുന്നു? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പേരിൽ പറയപ്പെടേണ്ടവരായ ഖുർആനും സുന്നത്തും സലഫുസ് സാലിഹയുടെ മൻഹജും അനുസരിച്ച് ജീവിക്കുന്നവർ കാട്ടുന്നു. അപ്പോൾ ഭീകരത അവരിലാണ്, എല്ലാ മുസ്ലിങ്ങളിലല്ല. പിന്നെയോ ശരിയായി ജീവിക്കുന്ന മുസ്ലിങ്ങളാണ് ഭീകരന്മാർ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ആ പേരും വെച്ചിട്ട് അതേ ഭീകരതയുടെ പണിയെടുക്കുന്നവർ ഇന്ന് അറബ് രാഷ്ട്രത്തിൽ പ്രത്യേകിച്ച് ഉടലെടുത്തു എന്നത് മഹാഖേദകരം, ദുഃഖകരം. അതിന് അറുതി വരുത്തൽ അനിവാര്യമാണ്. അത് അറുതി വരുത്തൽ എന്താണ് മൻഹജ് സലഫ് എന്ന് പഠിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക. എന്നിട്ട് ആ മൻഹജ് സലഫിന്റെ മൻഹജിനെ മോചനപ്പെടുത്തുക. ആരിൽ നിന്നിട്ട്? ഈ കൃത്രിമ രൂപത്തിൽ അതിനെ ചൂഷണം ചെയ്യുന്നവരെ തൊട്ട് എന്നതാണ് ഷോർട്ടായിട്ട് ഇന്ന് മക്ക ഇമാം വിശദീകരിച്ചതായ ഭാഗം മസ്ജിദുൽ ഹറാമിൽ നടന്നതായ ഖുതുബയിൽ. ഇത് നമ്മെ ബാധിക്കുന്ന കാര്യമല്ലേ? ആണ്. എങ്ങനെയാണ് ഇത്? എനക്കൊന്ന് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, എനക്കൊന്നല്ല പല മാല ഓർക്കും. അതല്ല, എനക്കാണ്, നിനക്കാണ്, അവൾക്കാണ്, അവനാണ്, എല്ലാവർക്കുമാണ്. നാം ശ്രദ്ധിക്കണം. നാം പറയുന്ന പേരിന് നാം അർഹരാണോ? നാം ലോകത്തിൽ കാണുന്ന അനാചാരങ്ങൾ കണ്ടുകൊണ്ടിരിക്കവേ അത് മാറ്റാനുള്ള ചെങ്കൂറ്റം നമ്മളിൽ ഉണ്ടാവാറുണ്ടോ? ഇനി മാറ്റാനുള്ള ചെങ്കൂറ്റം ഇല്ലെങ്കിലും അതിനോട് വെറുപ്പെങ്കിലും അറുപ്പെങ്കിലും ഹൃദയത്തിൽ ഉടലെടുക്കാറുണ്ടോ? ഒരാൾക്ക് ഈ തോന്നിവാസത്തോട്, ദീനിന്റെ പേരിൽ നടക്കുന്ന ആ ബിസിനസിനോട്, ദീനിനെ ബിസിനസ്സാക്കി മാറ്റിയവരോട്, ഖബർ കെട്ടിപ്പൊക്കുന്നവരോട്, ഖബർ കെട്ടിപ്പൊക്കി അതിന്റെ പേരിൽ ഉറുസ് നടത്താണോ? അറബി ഭാഷയിൽ എന്താ ഉറുസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഖബറിന്റെ മേതിൽ മീത്ത നടത്തുന്ന, കൊല്ലം നടത്തുന്ന സാധനത്തിന്റെ പേര് ഞങ്ങളുടെ ഭാഗത്ത്, കാസർഗോഡ് ഭാഗത്ത് പറയലോ ഉറൂസ് എന്നാണ്.
അത് അറബി ഭാഷയാണ്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം അത് 4-ാം നൂറ്റാണ്ടിന് ശേഷം ഉടലെടുത്ത അമിത തരീഖത്തിന്റെ, അമിത സൂഫീസത്തിന്റെ ഉടമകൾ ഉണ്ടാക്കിയതായ കരിഞ്ചന്തയിൽ നിന്നിട്ട് ഉടലെടുത്തതാണ്. എന്താണ് അവരുടെ കരിഞ്ചന്ത? ഒരു മനുഷ്യൻ ഒലി എന്ന ഗ്രേഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒലി അള്ളാഹുവിനോട് സ്നേഹിക്കുന്നു, അള്ളാഹുവിനോട് ഇഷ്ക് നടത്തുന്നു. സ്നേഹം എന്നുള്ള സാധാരണ പദമല്ല, ഇഷ്കിന് വേറെ പദമാണ്. ഇഷ്ക് കാമവികാരം നടത്തുന്ന വിഭാഗം കാമം നടത്തുമ്പോൾ പറയുന്ന പദമാണ് ഇഷ്ക്. മനസ്സിലായില്ലേ? അങ്ങനെ അള്ളാഹിനോട് ഇഷ്ക് നടത്തുമ്പോൾ, അള്ളാഹിലേക്ക് ഇഷ്ക് മൂക്കുമ്പോൾ അദ്ദേഹം മരിക്കുന്നു. മരിക്കുന്ന ദിവസം അള്ളാഹുമായി മീറ്റാകുന്ന ആ ഉർസിന്റെ കല്യാണത്തിന്റെ, അള്ളാഹുമായിട്ട് കല്യാണം കഴിയുക, അള്ളാഹുമായിട്ട് ഒലി കല്യാണം കഴിയുക. അങ്ങനെ അള്ളാഹു ഒലിയും കല്യാണം കഴിയുന്ന ദിവസമാണത്. അപ്പോൾ അന്ന് ഉറുസ് നടത്തണം. ആ ദിവസം പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ ആണ്ട് അത് അവിടെയും ഉറുസ് നടത്തണം. അതാണ് യഥാർത്ഥത്തിൽ ഉറൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എത്ര വിഡ്ഢിത്തത്തിൽ നിന്നിട്ട് ഉടലെടുത്തതായ നാമമാണ് അങ്ങനെയുള്ള തോന്നിവാസം ചെയ്യുന്നവർ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഖബർ സിയാറത്ത് സുന്നത്താണ്. ഖബർ ആള് അടുക്കലേക്ക് ബഖീൽ റസൂലുള്ള ആഴ്ചതോറും പോകാറുണ്ടായിരുന്നു. ഉഹദ് പോർക്കളത്തിലേക്ക് റസൂൽ പലപ്പോഴും പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അവരോട് സലാം പറയാറുണ്ടായിരുന്നു. നാമും അങ്ങനെ ചെയ്യണമെന്ന് റസൂലുള്ള കൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നാം വിരോധിക്കുന്നില്ല. പക്ഷേ എന്ത് പാടുള്ളതല്ല, അത് അള്ളാഹു പഠിപ്പിക്കാത്ത രൂപത്തിൽ അത് ഉറൂസാവാനോ കെട്ടിപ്പൊക്കലാവാനോ നേർച്ചയായി അവർക്കുള്ള നേർച്ച അള്ളാഹ്ക്കല്ല, അള്ളാഹ്ക്ക് നേർച്ച നിർബന്ധമാണ്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച ശിർക്കാണ്. അങ്ങനെ ആവാനോ പാടുള്ളതല്ല. അങ്ങനെയുള്ള അനാചാരങ്ങൾക്ക്, അക്രമങ്ങൾക്ക്, അനീതികൾക്ക് കൂട്ടുനിൽക്കുന്ന വിഭാഗം ഇന്നത്തെ യുഗത്തിൽ വ്യാപകമായി, വ്യക്തമായി, പരസ്യമായി അധികരിച്ച് പെരുത്തി വരികയാണ്. കേരളത്തിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് നാം മദീനയിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യം കേൾക്കുമ്പോൾ, റസൂലുള്ളാഹിന്റെ ഖബർ ഇപ്പോഴും മണലിലാണ് എന്ന് പഠിക്കുമ്പോൾ, അത് കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല എന്ന് പഠിക്കുമ്പോൾ, അതിന്റെ പരിസരത്തിൽ അഞ്ച് കോണുള്ളതായ തൂണുണ്ട്, ആ തൂണ് മീതെ പൊക്കിയിട്ടുണ്ട്, അതിന്റെ അകത്താണ് 3 ഖബറുകൾ എന്ന് പഠിക്കുമ്പോൾ, അവിടെ മീതെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മീതെ ഒരു മീസാൻ കല്ല് പോലും ഇല്ല, 3 മൺകൂനകൾ മാത്രമാണെന്ന് പഠിക്കുമ്പോൾ, അങ്ങനെ റസൂല് അങ്ങനെ ആവാൻ പാടുള്ളൂ ഏത് ഖബറുകളും എന്ന് പഠിപ്പിച്ചു പോയത് കൊണ്ടാണ് അങ്ങനെ തന്നെ സലഫ് സാലിഹ്യങ്ങൾ നിർത്തിയത് എന്നതുകൂടി പഠിക്കണം. വെറുതെയല്ല, റസൂലുള്ളാഹിനെ അവരടിച്ചതല്ല, റസൂലുള്ളാഹിനെ തരം താഴ്ത്തിയതല്ല, റസൂലുള്ളാഹിനെ പൊക്കലും വാഴ്ത്തലും അവരുടെ നിയമം നടപ്പാക്കലിലൂടെ മാത്രമാണ് കൂട്ടരെ. അതെ. പിന്നെ ഇവിടെ പ്രശ്നം, സുഹൃത്തുക്കൾക്ക് ചോദിക്കാൻ പലപ്പോഴും തോന്നല്, എന്താ അവിടെ ഖുബ്ബയെന്ന്? ഖുബ്ബ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മീതെ മാത്രമുള്ളതല്ല. റസൂലുള്ളാഹിന്റെ 9ഓളം ഭാര്യമാർന്നിട്ട് പലരുടെയും വീടുകൾ അതിൻ്റെ താഴെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഫാത്തിമ, ഹസൻ, ഹുസൈൻ ജീവിച്ച വീടുണ്ടായിരുന്നു. അവകളെ വലയം ചെയ്തുകൊണ്ട് ഖാലഊനു സാലിഹിയ എന്ന രാജാവ് ഹിജ്റയുടെ 8-ാം നൂറ്റാണ്ടിന് 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അദ്ദേഹമാണ് ആ ഖുബ്ബ ആകൃതിയിൽ ആ സ്ഥലങ്ങളെ വലയം ചെയ്തുകൊണ്ടുണ്ടായതായ മതിൽ കെട്ടിൻ്റെ മീതെ ആ കെട്ടിടം കെട്ടിയത്. കാരണം അന്ന് കോൺക്രീറ്റ് കണ്ടുപിടിക്കപ്പെടാത്ത കൊണ്ട് ആ കാലഘട്ടത്തിൽ കെട്ടുന്ന കെട്ടിടമെല്ലാം ഖുബ്ബ ആകൃതിയിൽ അല്ലെങ്കിൽ തലയിൽ വീണു പോകും. അതുകൊണ്ട് അന്നുള്ള എവിടെ കെട്ടുന്ന കെട്ടിടങ്ങളും വിശാലമാണെങ്കിൽ ഖുബ്ബ ആകൃതിയാണ്. അത് മസ്ജിദുൽ ഹറാമിന്റെ ആദ്യ ഭാഗം അങ്ങനെയാണ്. ഈ മദീനത്തെ പള്ളിയുടെ ആദ്യ ഭാഗവും അങ്ങനെ തന്നെയാണ്. അത് പച്ച ഖുബ്ബ മാത്രമല്ല, അത് കെട്ടിയപ്പോൾ മഞ്ഞയായിരുന്നു, നീലമായിരുന്നു, പിന്നെ വെളുപ്പായിരുന്നു, പിന്നെ പച്ചയായതാണ്. എന്നാൽ മദീന ഇമാം ഡോക്ടർ സലാഹ് അൽ ബുദൈർ നിങ്ങളോട് നേരിട്ട് സംസാരിച്ച വിഷയം, മക്ക ഇമാം സംസാരിച്ച വിഷയത്തോട് ബന്ധിപ്പിച്ചിട്ട് തന്നെ പറയാൻ പറ്റും. എന്തുകൊണ്ട്? അദ്ദേഹം അറബ് രാഷ്ട്രങ്ങളുടെ ഇടയിൽ നടക്കുന്ന, മുസ്ലിങ്ങളുടെ ഇടയിൽ നടക്കുന്ന, പാകിസ്ഥാൻ അടക്കം ലോകത്തിൽ ഇപ്പോൾ നടമാടുന്നതായ ഈ കൊലകളും ഈ കാണുന്നതായ പരാക്രമങ്ങളും അവകൾക്ക് അറുതി വരുത്താനുള്ള മാർഗം, റൂട്ട്, വഴി, അത് മുസ്ലിങ്ങൾ എന്ത് വേണം? യഥാർത്ഥ അഹ്ലുസ്സുന്നത്തുൽ ജമാഅത്തിലേക്ക് മടങ്ങണം, ഖുർആനിലേക്ക് മടങ്ങണം, സുന്നത്തിലേക്ക് മടങ്ങണം. എന്നിട്ട് അവരുടെ മനഹജ് പഠിക്കണം. അവർ അങ്ങനെ കണ്ടവരെയും കേട്ടവരെയും കൊത്തലും കൊല്ലലും നശിപ്പിക്കലും ചോര കുത്തിച്ചീന്തലും ഉണ്ടായിരുന്നു. ലക്ഷ്യമില്ലാതെ ദീനിന്റെ പേരിൽ, അതും ദീനിന്റെ പേരിൽ ആ പൊട്ടിത്തെറി ഷഹീദാവാൻ വേണ്ടി വരാണെന്ന് പോലും. എന്നിട്ട് നല്ല ശുദ്ധിയുള്ള മുഹദ്ദീങ്ങളുടെ തൗഹീദുള്ള നമസ്കരിക്കുന്നവരുടെ ചോരയെ ചീന്താൻ വേണ്ടി മൂപ്പരൊരു പൊട്ടിത്തെറി. എവിടെ? പള്ളിയിലും പൊട്ടിത്തെറി, നിസ്കരിക്കുന്നവരെയും പൊട്ടിത്തെറിച്ച് കൊല്ല. എന്താണ്? മൂപ്പർക്ക് സ്വർഗത്തിൽ പോകണം. ഇവരൊക്കെ എവിടെ പോവാ? അങ്ങനെയുള്ളതായ തോന്നിവാസ ചിന്താഗതിയും വെച്ച് പുലർത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ
സലഫ് സാലിഹ്യങ്ങളിൽ എന്തില്ല? ഒരിക്കലും മാതൃകയില്ല. നിങ്ങൾക്ക് സലഫ് സാലിഹ്യങ്ങളിൽ മാതൃക വേണമെങ്കിൽ അവര് മുസ്ലിങ്ങളുടെ ചോരയ്ക്ക് പരിശുദ്ധി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അവഗണിക്കാനോ തരഴ്ത്താഴ്ത്താനോ ആക്ഷേപിക്കാനോ ശകാരിക്കാനോ ചീത്ത പറയാനോ പാടുള്ളതല്ല എന്നും ആ മുസ്ലിങ്ങൾ പരസ്പരം മുതനാശ്രീങ്ങളായി മാറണം എന്ന് പറഞ്ഞാൽ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവരായി മാറണം എന്നതുമായിരുന്നു ഇന്ന് ഡോക്ടർ സലാഹുൽ ബുദൈർ മദീനയിൽ വെച്ചിട്ട് സംസാരിച്ചത്. അപ്പോൾ മക്കയിൽ പറഞ്ഞ വിഷയത്തോട് ഘടിപ്പിച്ച് രണ്ടാമത്തെ വിജയിക്കാനുള്ള മാനദണ്ഡം അല്ലെങ്കിൽ ശൈലി അതെന്താണ്? മുസ്ലിങ്ങൾ ഐക്യത്തിൽ ജീവിക്കുക. അവര് ഇതാ ഞങ്ങൾ പ്രയാസത്തിലാണ്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ കുട്ടികൾ കൊല്ലപ്പെടുന്നു, ഞങ്ങളുടെ പെണ്ണുങ്ങൾ അഭിമാനത്തെ പിച്ച് ചീന്തപ്പെടുന്നു, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഞങ്ങൾക്ക് പാനീയമില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല, ഞങ്ങൾ നാട് കടത്തപ്പെടുന്നു എന്നീ കാര്യങ്ങളൊക്കെ നമ്മുടെ പരിസരത്തിൽ കാണുന്ന വേളയിൽ നാം എന്ത് വേണം? അതിന് പ്രതിവിധി കണ്ടെത്താൻ ഒറിജിനൽ സലഫികൾ എന്ന് പറയുന്ന മുവഹിദീങ്ങളാകുന്ന അള്ളാഹ്ക്ക് മാത്രം ആരാധനകളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്ന ആ സത്യമായ ഉന്നത സ്റ്റാൻഡേർഡിലേക്ക് മടങ്ങുന്നതോടൊപ്പം അവർ തമ്മിൽ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ വേണ്ടി രംഗത്തിറങ്ങണം. അത് റസൂലുള്ളാഹി ചെയ്തതായിരുന്നു. നോക്കൂ, റസൂലുള്ളാഹിന്റെ പിന്നിൽ അണിനിരന്നവരിൽ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗത്തിന്റെ പേരെന്താണ്? മുഹാജിറുകൾ. രണ്ടാമത്തെ വിഭാഗത്തിന്റെ പേരെന്താണ്? അൻസാറുകൾ. നോക്കൂ, അൻസാറുകൾ. അപ്പോൾ ഇവിടെ മദീനയിൽ ജീവിക്കുന്നവരുടെ പേര് തന്നെ അൻസാറുകൾ എന്നാണ്. അത് തന്നെ കുറിക്കുന്നത് എന്താണ്? സഹായം, സഹകരണം. മുസ്ലിങ്ങൾ മുതനാസിരികളായി മാറണം. ദീനിൽ അവർ നിങ്ങളോട് സഹായം തേടിയാൽ നിങ്ങൾ അവരെ സഹായിക്കണം, അള്ളാഹിന്റെ കൽപ്പനയാണ് എന്ന് മിമ്പറിന്റെ മീതെ റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ മീതെ നിങ്ങൾ കേട്ടതായ ഖുതുബയാണ്. അപ്പോൾ നാം യഥാർത്ഥ മുഅ്മിനാവേണമെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയിൽ തട്ടാനോ എന്ന് പറയാറുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതുപോലെ പറ്റൂല. പിന്നെയോ ഞാൻ, എൻ്റെ നാട്ടുകാർ, എൻ്റെ വീട്ടുകാർ, എൻ്റെ കൂട്ടുകാർ, ലോക മുസ്ലിങ്ങൾ അവരെ സഹായിച്ച് അപ്പോൾ എന്ത് വേണം? ലിബിയയിൽ നടക്കുന്ന, സിറിയയിൽ നടക്കുന്ന, യമനിൽ നടക്കുന്ന, പാകിസ്ഥാനിൽ നടക്കുന്ന, ഇറാഖിൽ നടക്കുന്ന, എവിടെയെല്ലാം മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാടുകളിൽ നടക്കുന്ന പ്രയാസത്തിന് അതിൽ നാം ദുഃഖിക്കുന്നതോടൊപ്പം അതിൽ എന്തെങ്കിലും റിസൾട്ടിലേക്ക് അവരെ എത്തിപ്പിക്കാനുള്ള പങ്കാളികളാവാനുള്ള കഴിവുകൽപ്പുള്ള രാഷ്ട്രങ്ങൾ, മുസ്ലിം രാഷ്ട്രങ്ങൾ, മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം എഴുത്തുകാർ, മുസ്ലിം പ്രചാരകന്മാർ ഇവരെല്ലാം രംഗത്തിറങ്ങണം. എന്നിട്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടി പാടുപെടണം എന്ന ശൈലിയാണ് ഇന്ന് മദീന ഇമാം ഡോക്ടർ സലാഹുൽ ബുദൈർ മുസ്ലിം ലോകത്തോട് ആഹ്വാനം ചെയ്തത്. അപ്പോൾ രണ്ട് ഖുതുബയെയും ഘടിപ്പിച്ച് മനസ്സിലാക്കാൻ അതിലൂടെ നമുക്ക് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം സലഫ് സാലിഹീങ്ങളുടെ മൻഹജും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള കോട്ടമാണ് ലോകവ്യാപകമായി കിടക്കുന്ന കോട്ടം എന്നതിലേക്കും നമുക്ക് സൂചന കിട്ടി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. ഞാൻ ഓതി വെച്ച ആയത്ത് മുമ്പന്മാരായ ആ മഹാത്മാക്കളാകുന്ന മുഹാജിറുകളും അൻസാറുകളും വല്ലദീന തബഊഹും ബിഇഹ്സാൻ നന്മയിൽ അവരോട് പിന്തുടർന്നവര്, നന്മയിൽ അവരെ പിൻപറ്റിയവര്. മദീന സന്ദർശകർ സ്വർഗം വേണമോ? മദീനയിലുള്ള സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. എങ്ങനെയാണത്? അൻസാറുകൾ ജീവിച്ചതെങ്ങനെ, മുഹാജിറുകൾ ജീവിച്ചതെങ്ങനെ എന്നത് പഠിക്കണം. എന്നാലേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് വേണ്ടി വരും? നിങ്ങൾ ജീവിക്കുന്ന ഗൾഫിൽ, നിങ്ങൾ വന്ന നാട്ടിൽ എവിടെയാണെങ്കിലും അവിടെ നടക്കുന്ന ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന സദസ്സിൽ, ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് അത് ഉൾക്കൊള്ളണം. എന്നിട്ട് ഈമാൻ നേടണം, എന്നിട്ട് ഈമാന് വളർച്ചയുണ്ടാക്കണം. ഇവിടെ നമ്മെ അള്ളാഹു സൃഷ്ടിച്ചത് തിന്നാനും അല്ലെങ്കിൽ സംയോഗം ചെയ്യാനും കല്യാണം കഴിക്കാനും ഉറങ്ങാനും സുഖിക്കാനും മാത്രമല്ല. അത് വേറൊരു വിഭാഗത്തിന്റെ ജോലിയാണ്. അല്ലദീന കഫറൂ യഅകുലൂന വയതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആമു വന്നാറു മസ്വൽ ലഹും. സത്യവിശ്വാസികളെ കുറിച്ചല്ല ഈ പറയുന്നത്, സത്യനിഷേധികളെ കുറിച്ചാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണ്ട എന്ന് വെച്ച വിഡ്ഢികളെ കുറിച്ചാണ്, ജാഹിലീങ്ങളെ കുറിച്ചാണ്. അള്ളാഹിന്റെ ശൈലിയാണത്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്തവർ ജാഹിലീങ്ങളാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഖുൽ അഫഗൈറ അല്ലാഹി തഅമുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. റസൂലേ, നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കൂ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് ജാഹിലീങ്ങളെ എന്നാണ്.
വിഡ്ഢികളെ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഡ്ഢികളുണ്ടല്ലോ, അവരെ കുറിച്ച് പറയുകയാണ് അവരിവിടെ സുഖിക്കുന്നു, അവർ സംയോഗം ചെയ്യുന്നു, അവർ തിന്നു കുടിക്കുന്നു അള്ളാന്റെ വെള്ളം, അള്ളാന്റെ ഭക്ഷണം, അള്ളാന്റെ നിഅമത്തിൽ. കമാ തഅകുലുൽ അൻആം, പോത്ത് തിന്നും പോലെ, കഴുത തിന്നും പോലെ, നായ തിന്നും പോലെ. അതിനു വേണ്ടിയല്ല ഞാൻ അവരെ ശിക്ഷിച്ചത്. പക്ഷേ അവർക്ക് നായയായാലേ തീരൂ, പന്നിയായാലേ തീരൂ എന്ന് അവർ തീരുമാനിച്ചത് കൊണ്ട് നല്ല ശുദ്ധിയിൽ ശുദ്ധരായി, നല്ല അള്ളാഹനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി, അള്ളാഹ്ക്ക് വേണ്ടി വന്നാൽ എന്ത് ചെയ്യാനും ഒരുങ്ങുന്ന ശുദ്ധാത്മാക്കളായി, നമസ്കരിച്ച് നോമ്പ് പിടിച്ച് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് അള്ളാഹിനെ ഭയപ്പെട്ട് നല്ല തട്ടിപ്പില്ലാത്ത, വെട്ടിപ്പില്ലാത്ത, അനാചാരമില്ലാത്ത, അക്രമമില്ലാത്ത, അനീതിയില്ലാത്ത, ഏഷണിയില്ലാത്ത, ഭീഷണിയില്ലാത്ത, പരദൂഷണമില്ലാത്ത ജീവിതം ജീവിക്കാൻ ഒരുങ്ങാതെ അവർ പന്നികളെപ്പോലെ, നാൽക്കാലി മൃഗങ്ങളെപ്പോലെ, പോത്തുകളെപ്പോലെ ജീവിക്കാൻ വെറും സംയോഗം പുലർത്തി അല്ലെങ്കിൽ വെറും സുഖിച്ച് വെറും കുടിച്ച് ജീവിക്കുകയാണെങ്കിൽ എൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ അന്നാറു, നരകമാണ്, മഥുവല്ലഹും, അവർക്കുള്ള പാർപ്പിടം. ഖുർആനിൽ അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പോൾ ആ ചേഞ്ച് മനസ്സിലാക്കി ജീവിക്കാൻ, നമ്മെ പൊക്കാൻ, നമ്മെ ഉയർത്താൻ, നമുക്ക് ആവേശവും ഉന്മേഷവും നൽകാൻ ഉതങ്ങുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന സദസ്യരിൽ സന്ദർശകരെ മദീനയിലേക്ക് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ഭൂമിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ ക്ഷണിച്ച് വിളിച്ച് കൊണ്ടുവന്ന് ഇവിടെ എത്താനുള്ള ചാൻസ് കിട്ടിയവരെ, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്, അത് നിങ്ങൾ ഏറ്റെടുത്ത് പോയാൽ മതി. എവിടെ ചെന്നാലും മദീന മറക്കരുത്, എവിടെ ചെന്നാലും സ്വർഗത്തോപ്പ് മറക്കരുത്. സ്വർഗത്തോപ്പിൽ 2 റക്അത്ത് നിസ്കരിക്കലല്ല മുഖ്യം, ആ നിസ്കരിച്ച സ്വർഗം കിട്ടുമോ അത് അല്ലാഹു അഅലം. പക്ഷേ നിസ്കരിക്കുക എന്നത് അതിന്റെ പ്രതിഫലം കിട്ടും, അത് ഇഖ്ലാസോട് കൂടിയാണെങ്കിൽ. സ്വർഗമോ, ആ സ്വർഗത്തോപ്പ് കുറിച്ച നീണ്ട പട്ടികയുണ്ട്. ആ പട്ടിക പഠിക്കണം, ആ പട്ടിക ഉൾക്കൊള്ളണം. അതിൽ വ്യക്തി ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളുണ്ട്, സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളുണ്ട്, സാമ്പത്തിക ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളുണ്ട്. ജീവിതത്തിൽ മുസ്ലിമിന് അനിവാര്യമായ സർവ്വതും ആ സ്ഥലത്തിലൂടെയാണ്. സൂറത്തുൽ ബഖറയിലൂടെ, ആല ഇമ്രാനിലൂടെ, സൂറത്തുൽ നിസായിലൂടെ, സൂറത്തുൽ മാഇദയിലൂടെ നീണ്ട പട്ടികകൾ നിരത്തി വെച്ചത്. ലോകത്തെ കിടുകിടുക്കുന്നതായ പോരാട്ടങ്ങളും യുദ്ധങ്ങളും ആ റസൂൽ നടത്തിയത്. സിദ്ദീഖിന് സിദ്ദീഖ് എന്ന നാമകരണം, അതുപോലെ ഫാറൂഖിന് ഫാറൂഖ് എന്ന നാമകരണം, അബൂബക്കർ മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹിന് അമീനുൽ ഉമ്മ എന്ന നാമകരണം, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന് ദുന്നൂറൈനി എന്ന നാമകരണം, അതുപോലെ ഓരോ നേതാക്കൾക്ക് പ്രത്യേക നാമകരണം. അള്ളാഹ്ക്ക് വേണ്ടി പോരാടാൻ എന്ത് ചെയ്യാൻ തയ്യാറാകുന്ന ധീരയോദ്ധാക്കളുടെ നേതൃത്വം വഹിക്കുന്ന മഹാനായ ഖാലിദ് ഇബ്നു വലീദിന് സൈഫുല്ലാ എന്ന നാമകരണം. അങ്ങനെയുള്ള നാമകരണങ്ങളെ കിട്ടിയതോട് കൂടി നബിയെ കണ്ടുകൊണ്ട് ഇസ്ലാം മതം വിശ്വസിച്ച എല്ലാവരും സ്വർഗവാസികളാണ്, എല്ലാവരും സ്വർഗത്തിൽ പോകുന്നവരാണ്. ഒകുല്ലൻ, എല്ലാ സഹാബാക്കളും വഅദല്ലാഹുൽ ഹുസ്ന, അല്ലാഹ് സ്വർഗം വാഗ്ദാനം ചെയ്തവരാണ് എന്ന് പറഞ്ഞവർ ജീവിച്ച അന്തരീക്ഷത്തിലാണ് നിങ്ങൾ. റസൂൽ നമസ്കരിച്ച പള്ളിയാണെന്ന് പറയുന്ന മസ്ജിദുസ് സജദ എന്ന പള്ളിയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടുന്ന് പോയാൽ പിന്നെ ചവറ്റുകൊട്ടയുടെ താഴെയോ അല്ലെങ്കിൽ നെറ്റിൻ്റെ തന്നെ മുമ്പിലോ ഇരുന്നിട്ട്, ഇപ്പോൾ അങ്ങനെയാണ്, പലരും ഉദ്യോഗം ചെയ്യാൻ വേണ്ടി ഓഫീസിൽ പോകും. ഒന്നിരിക്കലും ഗവൺമെൻറ് ഉദ്യോഗം, അല്ലെങ്കിൽ മൂപ്പരുടെ തന്നെ പാർട്ട്ണറുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ഉദ്യോഗമായിരിക്കും. മൂപ്പരുടെ കൂടെ ഉണ്ടായിരിക്കും ഈ സാധനം. ഇപ്പോൾ ഈ സാധനം ഇല്ലാത്ത ആളില്ലല്ലോ. എന്നിട്ടോ അത് തുറന്നു വെക്കും. ഫ്രീ കിട്ടുമ്പോഴെല്ലാം സെക്സ് ഫിലിം, ഫ്രീ കിട്ടുമ്പോഴെല്ലാം റബ്ബിനോട് മത്സരം. നീ തന്ന വിസ കൊണ്ട് ഞാൻ കാണിച്ചു തരാം, നീ തന്ന കാശ് കൊണ്ട് ഞാൻ നിന്നോട് മെല്ലിടാം എന്ന് തൊള്ള കൊണ്ട് പറയുന്നില്ലെങ്കിലും പ്രവർത്തനം കൊണ്ട് പറയും പോലെ. അങ്ങനെയാണ് ഇപ്പോൾ പലരും കാട്ടാറുള്ളത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? അല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേ സമയത്ത് അതേ യന്ത്രത്തെ, അതേ നെറ്റിനെ, അതേ ഇന്റർനെറ്റിനെ, അതേ കമ്പ്യൂട്ടറിനെ നമുക്ക് അള്ളാഹുവിൻ്റെ മതത്തെ പ്രചരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്താം. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ, നിങ്ങൾ കേൾക്കുന്നത് പോലെ, നൂറുകണക്കിന് ആൾക്കാർ ഈ ശബ്ദം ഈ യന്ത്രത്തിലൂടെ ഇപ്പോൾ കേൾക്കുന്നുള്ളത് പോലെ, ഇതെല്ലാം അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. ഇത് നമുക്ക് കേൾപ്പിച്ചൂടെ? നിങ്ങൾക്ക് CD വിതരണം ചെയ്തൂടെ? നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ മറ്റുള്ള പണ്ഡിതന്മാരുടെ, സത്യം പറയുന്നവരുടെ, മക്ക ഇമാമിൻ്റെ, മദീന ഇമാമിൻ്റെ എന്താ കുറവിന്ന് എൽമിന് ഇത് പ്രചരിപ്പിച്ചൂടെ? അതൊന്നും ചെയ്യൂല. വെറും നാൽക്കാലി മൃഗത്തിന്റെ. എന്താണ് ഒരു ആൺകഴുത ഒരു പെൺകഴുതയെ കണ്ടാൽ ആ ആൺകഴുതയുടെ ബ്രെയിൻ ഒന്ന് പരിശോധിച്ച് നോക്കുക. ചിന്തിച്ചാൽ എവിടേക്കെത്തും?
അതൊന്ന് മൂപ്പർക്ക് ആവശ്യം നിറവേറ്റണം, കയറി കിട്ടണം, അതാണ് ചിന്തിക്കുക എന്നതുപോലെയുള്ള ചിന്ത മാത്രം. എവിടെ ഇരുന്നാലും, ഒറ്റക്ക് റൂമിലിരുന്നാലും എവിടെ ഇരുന്നാലും ഒരു നല്ല ചിന്ത ചിന്തിക്കാൻ ബോധമില്ലാത്ത മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ സൗകര്യം കിട്ടുമോ? അതിനുള്ള ചാൻസ് കിട്ടുമോ? ചിന്തിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. മറിഞ്ഞ സന്ദർഭത്തിൽ, ആരും കാണാത്ത സമയത്ത്, ഡ്യൂട്ടി വേളയിൽ അവൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ ഒറ്റക്ക് റൂമിലിരിക്കുമ്പോൾ, മീതെ നിന്ന് ചവറ്റ് കൊട്ടയിലൂടെ അല്ലെങ്കിൽ ഡിഷിലൂടെ അല്ലെങ്കിൽ നെറ്റിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ അനാചാരം വരുമ്പോൾ, അല്ലെങ്കിൽ നേർക്ക് നേരെ തന്നെ പെണ്ണിനെയോ അല്ലെങ്കിൽ ആണിനെയോ കാണുന്ന വേളയിൽ അള്ളാഹു പറയുന്നു അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, മറിഞ്ഞ സന്ദർഭത്തിൽ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ, അവർക്ക് നല്ല പാപമോചനമുണ്ട്, അള്ളാഹുവിൻ്റെ പാപമോചനമുണ്ട്, അറ്റമില്ലാ പ്രതിഫലവും അവർക്ക് അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അള്ളാഹ് പറയുന്നു, ഷിട്ടികളെ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. വസിറൂ ഖൗലകും ഔ ജഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. നിങ്ങൾ പതുക്കെ ചെയ്താൽ, പതുക്കെ പറഞ്ഞാൽ, രഹസ്യമായി പറഞ്ഞാൽ, രഹസ്യമായി ചെയ്താൽ, ആൾ കണ്ട് ചെയ്താൽ, ആൾ കാണാതെ ചെയ്താൽ, ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് മറച്ചു വെക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ച ഷിട്ടാവർ ഷിട്ടികളുടെ കാര്യം അറിയാതെ വന്നു പോകുമോ? അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, അവൻ സൂക്ഷ്മജ്ഞാനിയല്ലേ, സർവജ്ഞാനിയല്ലേ. ഇതൊന്ന് ഓർത്താൽ മതി. وما تكون في شيء وما تتلو منه من قرآن ولا تعملون من عمل إلا كنا عليهم شهودا إذ تفيضون فيه. وما تكون من شيء, നിങ്ങൾ എവിടെ എന്ത് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ, ഏത് അമൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആ ചെയ്യുന്ന വേളയിൽ നാം അത് കാണുന്നുണ്ട്. അള്ളാഹ് പറയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാം അശ്രദ്ധയിൽ ജീവിക്കുകയാണ്. ഇന്ന് ലോകത്തിലുള്ള മനുഷ്യന്മാർ ആസകലം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അശ്രദ്ധയിലാണ്. ഈ അശ്രദ്ധ മാറ്റണം. അതെ, അതുകൊണ്ട് ഇന്ന് മദീന ഇമാം ഉണർത്തിയ ഭാഗം പരസ്പരം അങ്ങും ഇങ്ങും സഹായ സഹകരണങ്ങൾ ചെയ്ത് ജീവിക്കണമെന്നാണ്. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം അങ്ങും ഇങ്ങും സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതിൽ, കിർഫ ചെയ്യുന്നതിൽ, അനുഗ്രഹിക്കുന്നതിൽ എന്തുപോലെയാവണം? കമസലിൽ ജസദിൽ വാഹിദ്, ഒരു ശരീരം പോലെയാവണം. ലൗ തദാഅ മിൻഹു ഉദുൻ ലൗ, അവന്റെ ഒരു അവയവത്തിന്റെ വല്ല കോട്ടം തട്ടിയാൽ എന്ത് സംഭവിക്കും? ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഇവിടെ വ്രണമുണ്ടായി, കാലിൽ വ്രണമുണ്ടായി, പനി വന്നു. റസൂൽ പറയുന്നു, പനി കൈക്ക് മാത്രമേ വരല്, കാലിന് മാത്രമേ വരല്? റസൂൽ ചോദിക്കുകയാണ്. അല്ല പിന്നെയോ, ശരീരത്തിന് ആസകല വരൽ. എന്നതുപോലെ ലീബിയൻ മുസ്ലിങ്ങൾ പ്രയാസത്തിലാണ്, സിറിയൻ മുസ്ലിങ്ങൾ പ്രയാസത്തിലാണ്, യമൻ മുസ്ലിങ്ങൾ പ്രയാസത്തിലാണ്, ഇറാഖ് മുസ്ലിങ്ങൾ പ്രയാസത്തിലാണ്, പാകിസ്ഥാൻ മുസ്ലിങ്ങൾ പ്രയാസത്തിലാണ്, എവിടെയും മുസ്ലിങ്ങൾ പ്രയാസത്തിലാണ്. അവിടെ നാം പ്രയാസപ്പെടണം. കാരണം ഒരു തടിയാണ്, ഒരു ശരീരമാണ് ഇത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. അതങ്ങട്ട് നാം ഫിറ്റാക്കിയാൽ എന്നേ നാം ലോകം അടക്കി ഭരിച്ചിരുന്നേനെ. ഏതുപോലെ? പണ്ട് നാം ലോകം അടക്കി ഭരിച്ചതുപോലെ. സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യം മുഴുവനും നമ്മുടെ കയ്യിലായിരുന്നു. നമ്മുടെ നേതാവ് ഇങ്ങനെ നടക്കുക, അപ്പം മേഘം കാണാം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മേഘം നോക്കുക, എന്നിട്ട് മേഘത്തോട് പറയാ, എവിടെ വെയ്തോ നീ, എന്ത് നീ എവിടെ വെയ്താലും എൻ്റെ ഖസനാവിലേക്കാണ് നിന്റെ ഈ നീ ഇവിടെ ഇറങ്ങിയാൽ, അഥവാ മഴ ഇറങ്ങിയാൽ ഉണ്ടാകുന്നതായ ഉൽപ്പന്നങ്ങൾ എത്തൽ എൻ്റെ ഖസനാവിലേക്ക് എത്തും. കാരണം ലോകം മുഴുവനും എൻ്റെ കയ്യിലാണ്. ലോകത്തിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ മുഴുവനും, സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യങ്ങൾ ഞാനാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് അങ്ങനെ പറയുന്ന ചെങ്കൂറ്റമുണ്ടായ നേതാക്കളുടെ ഉടമകളാണ്, അനുയായികളാണ് കൂട്ടരെ നാം എവിടെ ഇപ്പോൾ? ഇത് നമ്മുടെ സഫിൽ വരേക്കും ബാധിക്കുന്നു. ചെറിയ കാര്യമാണ്. റസൂല് അണി ശരിയാക്കാൻ വേണ്ടി നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പറയുന്നു, അല്ലയോ സഹാബാക്കളെ, മലക്കുകൾ അള്ളാഹിന്റെ മുമ്പിൽ അണി ശരിയാക്കി സഫാക്കി നിൽക്കും പോലെ നിൽക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ അണി ശരിയാക്കാതെ ഒരാൾ മുമ്പിലും ഒരാൾ പിന്നിലും നിന്നാൽ നിങ്ങളുടെ ഇടയിൽ അള്ളാഹ് ഭിന്നിപ്പുണ്ടാക്കും, നിങ്ങളിൽ ഭിന്നിപ്പുണ്ടാകും. കണ്ടില്ലേ നമ്മുടെ ബന്ധത്തിന്റെ
നമ്മുടെ ഇബാദത്തിൽ വരെ കോട്ടം തട്ടുമ്പോൾ അതിൻ്റെ റിസൾട്ട് എല്ലാവരെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഞാനിപ്പോൾ ഫിലിം കണ്ടാൽ എന്താ വരാൻ പോകുന്നത്, ഞാനിപ്പോൾ പലിശ എന്നാൽ എന്ത്, ഞാനിപ്പോൾ വ്യഭിചരിച്ചാൽ എന്ത്, ഞാനിപ്പോൾ കുറച്ച് ബ്രൗൺ ഷുഗർ കഴിച്ചാൽ എന്ത് എന്നാരും ധരിക്കരുത്. നീ അവൾ എല്ലാവരും ഒരു സമൂഹം ആയിട്ട് ജീവിക്കേണ്ട മുസ്ലിം സമൂഹത്തിൻ്റെ ഋതുവാണ്, മെമ്പറാണ്. നിന്നിലൂടെ നീ ഒരു ഇഷ്ടികയാണ് ഇസ്ലാം എന്ന് പറയുന്ന അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅദുഹു ബഅദ. കെട്ടിടത്തിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് താങ്ങും തണലാകും പോലെ ഓരോ മുസ്ലിം മറ്റൊരു മുസ്ലിമിന് താങ്ങും തണലും ആവണം. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ മക്ക ഇമാമിന്റെ ആ പ്രസംഗത്തോട് ഖുതുബയോട് ഘടിപ്പിച്ചുകൊണ്ട് മദീന ഇമാമിന്റെ ഖുതുബയാകുന്ന മുസ്ലിം പരസ്പരം അങ്ങുമിങ്ങും സഹായ സഹകരണങ്ങൾ ചെയ്യണം. അൻസാറുകൾ പണ്ട് മദീനയിൽ ചെയ്തതുപോലെ മുഹാജിറുകളോടൊപ്പം ഇതുപോലെയാവുകയാണെങ്കിൽ മുസ്ലിം ലോകത്ത് എത്തിച്ചേർന്നതായ അപകട മേഖലയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അത് സഹായിക്കുമെന്നതായിരുന്നു ഡോക്ടർ സലാഹുൽ ബുദൈർ എന്ന് വിശുദ്ധ മദീനയിൽ റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ ഉണർത്തിയത്. അതുപോലെയുള്ളൊരു വിഷയം തന്നെയാണ് അറഫയിൽ പ്രസംഗിക്കാറുള്ള ഇമാമും റിയാദ് ബിഗ് ജുമാ മസ്ജിദിലുള്ള ഇമാമും സൗദി അറേബ്യൻ പണ്ഡിത സഭയുടെ തലവനും ഇവിടുത്തെ ചീഫ് മുഫ്തിയുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആല ഷെയ്ഖ് ഇന്ന് റിയാദിൽ ഖുതുബ ഓതിയത്. അദ്ദേഹം പറഞ്ഞ ഭാഗത്തിൽപ്പെട്ടതാണ്. അത് എൻ്റെ സ്ഥിരം ക്ലാസ് മെമ്പർമാരോട് കഴിഞ്ഞ ബുധനാഴ്ചയല്ല അതിനു മുമ്പത്തെ അഖ്ലാഖ് എന്ന വിഷയം പറഞ്ഞപ്പോൾ ഞാൻ വിനയം എന്നൊരു സബ്ജക്റ്റ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം അങ്ങുമിങ്ങും വിനയം ചെയ്യണം, വിനയമുള്ള ആളായി മാറണം. അല്ലാഹു പറയുന്നു മൻ യർതദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന അദില്ലത്തിൻ അലൽ മുഅ്മിനീന ഇസ്സത്തിൻ അലൽ കാഫിരീൻ. നിങ്ങൾ ആരെങ്കിലും ഈ മതത്തിൽ വന്ന ശേഷം ഈ മതം വേണ്ട എന്ന് വെച്ച് 5 വക്ത് 3 വക്താക്കി മാറി മുർത്തദ്ദികളായി ഈ മതത്തിൽ നിന്നിട്ട് ഗേറ്റൗട്ടായി പോവുകയാണെങ്കിൽ അത് എൻ്റെ വിശദീകരണമാണ്, അവർ മുർത്തദ്ദികളാണ് എന്നതുകൊണ്ട്. അതുപോലെ ബുദ്ധിപൂജകന്മാരായി ഞങ്ങൾക്ക് ബുദ്ധി ഉപയോഗിക്കുന്നത് ഞാൻ അംഗീകരിക്കും. ബുദ്ധിക്ക് യോജിച്ചിട്ടില്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞ സർവ്വജിന്നും അങ്ങനെ ഒന്നില്ല, സർവ്വപിശാച്ചും അങ്ങനെ ഒന്നില്ല, സിഹ്ർ അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിപൂജകന്മാരായി ജീവിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റൗട്ടായി പോകുന്ന മുർത്തദ്ദികൾ. അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല 112ഓളം തവണ ഖുർആനിൽ ദുആ എന്ന പദപ്രയോഗം നടത്തി പറഞ്ഞതിൻ്റെ ശേഷവും 91 തവണ അള്ളാഹുവിനെ മുഹിദ് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ആരാധന എന്നത് കുറിക്കാൻ വേണ്ടി അള്ളാഹു 91 തവണ സംസാരിച്ചതായ ആ ഖുർആനിൻ്റെ ആയത്തുകൾ ഇറങ്ങിയതിൻ്റെ ശേഷവും 437 തവണ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് വിശ്വസിക്കൽ അനിവാര്യമാണെന്ന് ഉണർത്തുന്ന ഈമാനി എന്ന പദം 437 തവണ അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ച ശേഷവും അതെല്ലാം വെടിഞ്ഞുകൊണ്ട് വേണ്ട എന്ന് വെച്ചുകൊണ്ട് തങ്ങളെ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു തരണം തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഡ്ഢിത്തത്തിൻ്റെ ഉടമകൾ ഇസ്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് വലിച്ചെറിയുന്ന വിഭാഗത്തെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു അവരൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലവരെ ഒറിജിനൽ മുവഹിദുകളെ ഒറിജിനൽ തൗഹീദ് ഉൾക്കൊള്ളുന്നവരെ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ വീണ്ടും കൊണ്ടുവരും. ആരായിരിക്കും? ഇസ്സത്തിൻ അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ അവർക്ക് അഭിമാനവും അന്തസ്സുമുള്ളതായ ജീവിതം നൽകാൻ വേണ്ടി വരുന്നവരാണ്. അവർക്ക് അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം നൽകാൻ വേണ്ടി അവരിലൂടെ സാധിക്കുന്നതുമാണ്. അതേപോലെ സത്യനിഷേധികളെ അവര് നിന്ദ്യരായി കാണും, സത്യനിഷേധികളെ അവർ കൂട്ടാക്കുകയില്ല. അവർക്ക് കൊടുക്കേണ്ട സ്റ്റാൻഡേർഡ് അഥവാ അവർ മനുഷ്യന്മാർ, അത്ര മനുഷ്യ അവകാശം അവർക്കുണ്ട്. അവകാശികൾ നമ്മുടെ അയൽവാസിയാണെങ്കിൽ ഒരു മുസ്ലിം ശേഖരൻ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ അവൻ്റെ അവകാശം ഇത് കൊടുക്കാം. എന്തിനു വേണ്ടി? ദീൻ അങ്ങനെയുള്ള അവകാശം നൽകുന്ന മതമാണ് പഠിപ്പിക്കാൻ വേണ്ടി. അവനോട് സ്നേഹമുള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് അവൻ്റെ ഓണം നമുക്ക് വേണ്ട, അവൻ്റെ ക്രിസ്തുമസ് നമുക്ക് വേണ്ട, അവൻ കൊണ്ടാടുന്നതായ അവൻ്റെ മതത്തിൽ മാത്രം ഉൾക്കൊള്ളുന്ന ഒതുങ്ങി നിൽക്കുന്ന ഏത് അനാചാരവും നമുക്ക് വേണ്ട, അത് അവർക്ക് മാത്രം ഇരിക്കട്ടെ എന്ന് വെക്കുന്നവർ, അങ്ങനെയുള്ളവർ വരും. അതെന്തിലൂടെ വരും? മുസ്ലിങ്ങളോട് വിനയം കാട്ടുന്നവർ, മുസ്ലിങ്ങളോട് വിനയം കാട്ടുന്നവർ, മുസ്ലിങ്ങളോട് വിനയം കാട്ടുന്നവർ. അങ്ങനെയുള്ള വിനയം കാട്ടുന്നവരായി നാം മാറണമെന്ന് എന്ന വിഷയം പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയായിരുന്നു ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആല ഷെയ്ഖ് റിയാദിൽ നടത്തിയതായ ഖുതുബയിൽ. എവിടെ റബ്ബ് സംസാരിക്കുമ്പോൾ ഈ വിനയമെന്ന പദം സാഹിത്യ ശൈലിയിൽ പറയുന്നതായിട്ട് കാണാം. മദീന കണ്ടവർ, മദീനയിൽ ജീവിച്ച സഹാബാക്കൾ
എത്രമാത്രം അങ്ങും ഇങ്ങും വിനയം കാട്ടിയെന്നത് മദീന സന്ദർശിക്കുന്നവർ പ്രത്യേകിച്ച് ഉണർത്തി ഓർമ്മ പുതുക്കി പോകേണ്ടതാണ്. പലരും നിങ്ങളുടെ കൂടെ എന്നേക്കാളും വാചാലതയിൽ പ്രസംഗിക്കുന്നവരുണ്ടായിരിക്കാം, പല എഴുത്തുകാരുണ്ടായിരിക്കാം. അതല്ല ഇവിടെ പ്രശ്നം. മദീനയിൽ ഇരുന്നു കൊണ്ട് ദീനിനെ ഓർക്കുക, ദീനിനെ മുദാഖറത്ത് നടത്തുക, ദീനിനെ സ്മരിക്കുക, അത് മാത്രമാണ് ലക്ഷ്യം. എന്നല്ല അതൊരു വലിയ പണ്ഡിതൻ സംസാരിക്കുന്നു എന്നൊന്നും എനിക്ക് വാദമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിസരത്തിൽ വന്നുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി എല്ലാം സമർപ്പിച്ചതായ സഹാബാക്കളുടെ സ്ഥിതി അല്ലാഹു തന്റെ ഖുർആനിൽ പറയുന്നു, യുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വശരീരത്തേക്കാൾ മറ്റുള്ളവരെ ആണ് പരിഗണിക്കുക. ഏത് മേഖലയിലും മദീനത്ത് റസൂലുള്ളാഹ് ആരെങ്കിലും ഉണ്ടോ കൊണ്ടുപോകാൻ ഈ ഫക്കീറിനെ എന്ന് വിളിച്ച് പറയൽ എപ്പോഴാണ്? ആദ്യം സ്വന്തം വീട്ടുകാരോട് ചോദിക്കും. അല്ല ആയിഷ, അല്ല ഹഫ്സ, അല്ല മൈമൂന, അവിടെയുള്ള 9ഓളം ഭാര്യമാരോട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? പലപ്പോഴും അവിടെ മറുപടി കിട്ടൽ ഒന്നുമില്ല റസൂലേതാണ്, ഒന്നുമില്ലാതാണ് മറുപടി കിട്ടൽ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ നിന്നിട്ട് മനസ്സിലായില്ലേ? മനസ്സിലാക്കണം നമ്മുടെ. അതുകൊണ്ടാണല്ലോ നാം അത്തഹിയ്യാത്തുൽ വരെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ആർക്ക്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ആലു മുഹമ്മദ് നമുക്ക് വേണ്ടി, ദീനിന് വേണ്ടി, മുസ്ലിം ലോകത്തിന് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ തൗഹീദിന്റെ വിജയ പതാക പറക്കാൻ വേണ്ടി പട്ടിണി കിടന്നവർ ആദ്യം അവരാണ് കൂട്ടരെ. അവരാണ് പള്ളയോട് തോലൊട്ടി പ്രയാസപ്പെട്ട് ജീവിച്ച് എപ്പോൾ റസൂല് വരുമ്പോൾ ഒന്നുമില്ല. അസ്വദാനി തുടർച്ചയായിട്ട് ഞാനിവിടെ നൂറുകണക്കിൽ പ്രാവശ്യം പറഞ്ഞതാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ മാസം വരുന്നു പോകുന്നു, നിലാവ് വരുന്നു പോകുന്നു, നിലാവ് വരുന്നു പോകുന്നു, 3 തവണ അഥവാ 3 മാസം ഞങ്ങളുടെ വീട്ടിൽ തീ പിടിപ്പിച്ചിട്ടില്ല അടുപ്പിലെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അങ്ങനെയാണ് അവരുടെ ജീവിതം. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു ഫക്കീർ വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഒന്നുമില്ല എന്ന് ഉറപ്പായാലാണ് പിന്നെ പറയുക കൊണ്ടുപോകുന്നു അവിടെ ആരുണ്ട്. അങ്ങനെ ഒരു സഹാബി പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം. ഏറ്റെടുത്തതായ സഹാബി വീട്ടിൽ പോയി നോക്കുമ്പോൾ മൂപ്പർക്കും മൂപ്പരുടെ ഭാര്യയ്ക്കും തിന്നാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്കും വേറൊന്നുമില്ല. അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രം തിന്നാനേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്താ കൽപ്പിച്ചത്? കുട്ടികളെ ഉറക്കിയേക്കെന്ന് പറഞ്ഞു. കുട്ടികളെ പെട്ടെന്ന് ഉറക്കാൻ പറഞ്ഞു. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അഭിനയിക്കാൻ പറഞ്ഞു. വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൻ്റെ മീതെ കയറ്റി വെച്ചിട്ട് ഭക്ഷണമുണ്ട് എന്ന് തോന്നിപ്പിച്ച് പാകമായിട്ടില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ ഉറക്കി. കുട്ടികൾ ഉറങ്ങിയ ശേഷം അതിഥിക്ക് സമർപ്പിച്ചു. അതിഥിക്ക് സമർപ്പിക്കുമ്പോൾ ഇവർ തിന്നാൽ ഭക്ഷണം അതിഥിക്ക് തികയില്ല എന്നതുകൊണ്ട് വിളക്ക് കടത്തിക്കളഞ്ഞു. അവിടെ അത്രയല്ല വെളിച്ചമുള്ളൂ രാത്രിയൊക്കെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം കണ്ട് ചിരിച്ചു, അല്ലെങ്കിൽ സന്തോഷിച്ചു, റുജുബുണ്ടായി അല്ലാഹുവിന് എന്ന് പിറ്റേ ദിവസത്തിൽ ആ സഹാബിയോട് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ലൊരു വീട്ടുകാർ യുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവരുടെ സ്വശരീരത്തേക്കാൾ മറ്റുള്ളവർക്ക് അവർ പരിഗണന നൽകും, അവർക്ക് ആവശ്യമുണ്ടായിരുന്നാലും ശരി. 5-6-7ഓളം പേര് ഷഹീദായി നിലം പതിച്ച് കിടക്കുകയാണ്. സഹാബിയുടെ പേര് മറന്നുപോയി, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യർമൂക്ക് യുദ്ധത്തിലാണെന്നാണ് ഓർമ്മ. വെള്ളവുമായിട്ടൊരു സഹാബി ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ മെമ്പർ നിലം പതിച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളം മൂപ്പർക്ക് കുടിക്കണം എന്ന് പൂതിയുണ്ട്. മരിക്കാൻ കിടക്കാണേ, മുറിവ് ഏറ്റിട്ട് പോർക്കളത്തിൽ കിടക്കാണ്, ശത്രുക്കളുടെ മുമ്പിൽ നിന്നിട്ട് മുറിവേറ്റിട്ട് കിടക്കാണ്. അങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ അത് കുടിക്കണമെന്ന് പൂതിയുണ്ട്. അപ്പോൾ തൊട്ട് നിന്ന് എന്ന് പ്രയാസപ്പെടുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഇയാൾ പറയാണ് ഈ വന്ന വ്യക്തിയോട്, അദ്ദേഹത്തിന് കൊടുക്കൂ, അദ്ദേഹം കുടിക്കട്ടെ. രണ്ടാമത്തെ ആൾക്കിലേക്ക് ചെല്ലുന്നു. തൊട്ട ആൾക്കിലേക്ക് ചെന്നപ്പോൾ വേറെയും അതുപോലെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നു തൊട്ട ആൾക്ക് കൊടുക്കൂന്ന്. അങ്ങനെ 3 പേരെടുക്കലേക്ക്, ഒരഭിപ്രായത്തിൽ 7 പേരെടുക്കലേക്ക്, ഓർമ്മയില്ല. ഏതായാലും 3 ആളെടുക്കലേക്ക് ചെന്നിട്ട് എല്ലാവരും അങ്ങോട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം ഈ മനുഷ്യന് വെള്ളവുമായിട്ട് ആദ്യത്തെ വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ഷഹീദായി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ഷഹീദായി കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ഷഹീദായി കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മരണനിമിഷത്തിൽ വരെ അള്ളാഹ് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എന്താണ്? യൂസിറൂന അലാ അൻഫുസിഹിം
അവരുടെ ശരീരത്തേക്കാൾ അവരെ പരിഗണന നൽകും മറ്റുള്ളവരെ എന്നത് ഫിറ്റാക്കി പോയവരാണ്. പിന്നെ അവർ സ്വർഗത്തിൽ പോകാതിരിക്കുമോ? അതാണ് അല്ലാഹു പറഞ്ഞത്, അസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. അല്ലാഹ് പ്രീതിപ്പെട്ടവരാണവർ, അല്ലാഹ് പ്രീതിപ്പെട്ടവരാണവർ. ചോദിക്കുന്നു സന്ദർശകരെ, മുസ്ലിം ലോകമേ, നിങ്ങൾക്ക് അവർ പോയ സ്വർഗത്തിൽ പോകണമോ? അവർ ജീവിച്ചതുപോലെ ജീവിച്ചോളീൻ, അവർ ഖുർആൻ പഠിച്ചതുപോലെ പഠിച്ചോളീൻ, അവർ സുന്നത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിക്കോളീൻ. നിങ്ങളുടെ ബുദ്ധിക്ക് വെച്ച് സ്വീകരിച്ച അല്ലാതെ തള്ളി മ്യൂസിക് കേൾക്കാം, ഹാർമോണിയങ്ങൾ കേൾക്കാം, തോന്നിവാസം ചെയ്യാം, അനാചാരം ചെയ്യാം, താടിയും പഠിക്കാം, പർദ്ദ ധരിക്കാതിരിക്കാം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളെ പഴപ്പിക്കാൻ നടക്കുന്നത് ശരിയല്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വാസന തീണ്ടാൻ സാധിക്കുകയില്ല എന്നത് നിങ്ങളോടല്ല, അങ്ങനെ കാട്ടുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട അനിവാര്യമായ ഭാഗമാണ്. മദീന സന്ദർശകർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അള്ളാഹു എല്ലാവരെയും ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കട്ടെ, നയിക്കട്ടെ, നയിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, അതെ, അപ്പോൾ റിയാദ് ഇമാം ഉണർത്തിയതായ ഭാഗം വിനയമാണ്. വിനയമെന്ന ഭാഗം അതിൽ കനിവുണ്ട്, കനിവുള്ളവരിൽ നിന്നിട്ടാണ് വിനയം വരിക. അതുകൊണ്ടാണ് ഈ ഭാഗം ഞാൻ മുഖവരെ എന്നോണം ഉണർത്തിയത്. വിനയം എന്നതായ താഴ്മയോടുകൂടി ജീവിക്കണം എന്നതായ ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ എന്നും ഉണ്ടായിരിക്കണം. അത് നബിമാർ പഠിപ്പിച്ചതായ അഖ്ലാഖാണ്, സ്വഭാവമാണ്, നാമും ചെയ്യേണ്ടതായ സ്വഭാവമാണ്. നോക്കൂ, മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഫലമ്മാ വറദ മാഅ മദിയന, പ്രയാസപ്പെട്ട് ഫറോവ കൊല്ലുമെന്ന് പേടിച്ചിട്ട് ഓടി 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 ഓടി. നിങ്ങൾക്കറിയാം എവിടെ കിടക്കുന്നു എവിടെ കിടക്കുന്നു ഈജിപ്റ്റ്, എവിടെ കിടക്കുന്നു മദിയൻ. മദിയൻ ഇപ്പോൾ സൗദി അറേബ്യൻ്റെ അകത്താണ്. മദിയൻ ഇപ്പോൾ സൗദി അറേബ്യയുടെ അകത്തുള്ള സ്ഥലത്തിൻ്റെ പേരാണ് മദിയൻ. നിങ്ങൾ ഇവിടെ നിന്ന് സൗദി അറേബ്യയിൽ താമസിക്കുന്നവർ തബൂക്കിലേക്ക് എംബോ റൂട്ടിൽ കൂടി പോവുകയാണെങ്കിൽ മദിയൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് മദിയൻ. അവിടുന്നാണ് പണ്ട് സൈനാൻ്റെ അടുക്കൽ സുയസ് കനാൽ വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ ഉള്ള വെള്ളച്ചാട്ടവും കടൽ വികസനവും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് കരയിൽ തന്നെ കയറി പോകാനുള്ള ചാൻസ് അവർക്ക് ലഭിച്ചു കാണുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പറഞ്ഞു വരുന്നത്, അവിടെ എത്തിയപ്പോൾ فلما ورد ماء مدين وجد عليه أمة من الناس يسقون وجد من دونهم امرأتين تذودان قال ما خطبكما قالتا لا نسقي حتى يسطر الرعاء وأبونا شيخ كبير فلما ورد ماء مدين മദിയൻ എന്ന നാട്ടിലുള്ളതായ ആ കുളത്തിലേക്ക് വെള്ളത്തിലേക്ക് അവരെത്തിയപ്പോൾ അവിടെ ജനങ്ങളൊക്കെ വന്നിട്ട് ആട്ടിടയന്മാർ ആടുകളെ മേയിച്ച് ആടുകൾക്ക് വെള്ളം നൽകി പോകുന്ന കൂട്ടത്തിൽ ഓജദ മിൻ ദൂനിഹിമ, അവരല്ലാത്ത ചില കുട്ടികളെ കണ്ടു. ഓജദ മിൻ ദൂനിഹിം ഇംറഅതൈൻ, രണ്ട് പെൺകുട്ടികൾ. തസൂദാനി, ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് അടുപ്പിക്കുന്നു, ബേക്കിൽ പോകുന്നു, അടുപ്പിക്കുന്നു, ബേക്കിൽ പോകുന്നു, കുടിപ്പിക്കാൻ പറ്റുന്നില്ല, കാരണം തിക്കും തിരക്കും. ചോദിച്ചു മൂസ. അങ്ങനെയാണ് വിനയത്തോട്. ആരാണ് മൂസ? അള്ളാനോട് സംസാരിക്കാൻ പോകുന്ന മനുഷ്യൻ മൂസ. അവിടെയും ആ വിനയം കാണുന്നു. മാ ഖത്ബുകുമാ, നിങ്ങൾക്ക് എന്ത് പറ്റി കുട്ടികളെ? ഖാലതാ, ആ രണ്ട് പെൺകുട്ടികൾ പറയുന്നു, ലാ നുസ്ഖി, ഞങ്ങൾ വെള്ളം കുടിപ്പിക്കുകയില്ല ആടുകൾക്ക്, ഹത്താ യുസ്തിറ റിആ, പുരുഷന്മാര് ആട്ടിടിയന്മാരായ പുരുഷന്മാരുമായി മിശ്രമായുള്ള അഴിഞ്ഞാട്ടം ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ തറവാട്ടിൽ ജീവിക്കുന്നവരാണ്, അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം ജീവിക്കുന്നവരാണ്. ഞങ്ങൾ അന്യപുരുഷന്മാരുമായിട്ട് മിശ്രമായിട്ട് ജോലി ചെയ്യൂല. അതുകൊണ്ട് ഞങ്ങൾ വിട്ടുനിൽക്കുന്നത് അവർ പോകട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയാണ് എന്ന്. അങ്ങനെ മഹാനായ മൂസ നബി അലൈഹിസ്സലാം അവരെ സഹായിച്ചു, അവർക്ക് വെള്ളം കുടിപ്പിച്ചു കൊടുത്തു. പിന്നെ നിങ്ങൾ തുടർന്നോളീൻ. പരിഭാഷയിലൂടെ അറബി അറിയാത്തവർ, ഖുർആനിലൂടെ അറബി അറിയുന്നവർ ഈ സംഭവം അല്ലാഹ് നീട്ടി വലിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മൂസയുടെ അലൈഹിസ്സലാം വിനയമാണ് നാം കണ്ടത്. അങ്ങനെ നമ്മുടെ നേതാക്കളൊക്കെ വിനയത്തിലെ വിനയം. റസൂൽ ഇങ്ങനെ നടന്നു പോവാ, ഒരു തള്ള വിളിക്കാം, റസൂലേ. അബൂബക്കറുണ്ട്, ഉമറുണ്ട്, മുസ്ലിംകളുടെ നേതാക്കളൊക്കെ കൂടെയുണ്ട്. അവരൊക്കെ അവിടെ നിർത്തിയിട്ട് റസൂൽ അവരോട് സംസാരിക്കുക, ആ തള്ളയോട് സംസാരിക്കുക. തള്ളയുടെ ആവശ്യം നിറവേറ്റി അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകി, എന്നിട്ട് യാത്ര തുടരാ. അങ്ങനെയാണ് വിനയം. അങ്ങനെയാണ്. ഒരു ഗ്രാമീണർ വന്നിട്ട് റസൂൽ ഖുതുബ ഓതുമ്പോൾ ദീന്റെ കാര്യം ഒന്നും എനിക്കറിയില്ല, എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ഖുതുബ നിർത്തി എന്നാണ്. ഖുതുബ നിർത്തി,
ഇറങ്ങി അയാളെ വിളിച്ച് കസാല കൊണ്ടുവരാൻ പറഞ്ഞു. കുർസി കൊണ്ടുവന്നു, കുർസിലിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് വിട്ടു. വിനയം. ഒരാൾ പള്ളിയിൽ കടന്നു വരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ കടന്നു വരുന്ന മനുഷ്യന് നിസ്കരിക്കാൻ അറിയില്ല. മൂപ്പര് ഒരു ഹൈവേയിൽ ഓടുന്ന രൂപത്തിൽ നിസ്കാരം നിസ്കരിച്ചു. വിളിച്ചു പറഞ്ഞു, സഹാബി ലം തുസല്ലി സല്ലി ഫഇന്നക ലം തുസല്ലി. മുസ്ലിം സ്വലാത്തിന്റെ ഹദീസ് എന്ന പേരിലാണ് അറിയപ്പെടുക. നിസ്കരിക്കൂ, നീ നിസ്കരിച്ചിട്ടില്ല എന്ന്. ആട്ടിയില്ല. നാമൊക്കെയാണെങ്കിൽ ആട്ടിലെ എന്ത് നിസ്കാരമാണ് നിസ്കരിച്ചത് എന്നല്ല പറഞ്ഞത്. നമസ്കാരം ശരിയായിട്ടില്ല, നീ ഒന്ന് മടക്കി നിസ്കരിക്കുക. രണ്ടാമത് നിസ്കരിച്ചു. സല്ലി ഫഇന്നക ലം തുസല്ലി. നിസ്കരിച്ചിട്ടില്ല നിങ്ങൾ. സല്ലി 3 തവണ. 3-ാം തവണയും മൂപ്പര് നിസ്കരിച്ചപ്പോൾ ശരിക്കും നിസ്കാരമായിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയുന്ന നിസ്കാരമാണ് റസൂലേ ഇത്, എനിക്കിതല്ലാത്ത വേറെ അറിയില്ല എന്ന്. എനിക്കിതല്ലാതെ വേറെ അറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നീ കൈ കെട്ടിക്കഴിഞ്ഞാൽ, നീ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ, നീ റുക്കൂ ചെയ്ത് കഴിഞ്ഞാൽ, നീ റുക്കൂ ചെയ്തതിൻ്റെ ശേഷം അടങ്ങിപ്പാർക്കുക, ചാടരുത്. എന്നിട്ട് നീ ഏറ്റതാലേക്ക് എത്തിക്കഴിഞ്ഞാൽ നീ അടങ്ങിപ്പാർക്കുക. അടങ്ങിപ്പാർക്കണം. നീ സുജൂദിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെല്ലേണ്ടത് ചെല്ലി അടങ്ങിപ്പാർക്കുക, ഇടയിലുള്ള ഇരുത്തത്തിൽ അടങ്ങിപ്പാർക്കുക. ഇപ്പോൾ ഈ അടങ്ങിപ്പാർക്കുക എന്നത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം റസൂൽ പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ്. രണ്ടാമത്, നമ്മുടെ കൗമി കേരളീയരല്ലാത്ത വടക്കേ ഇന്ത്യക്കാരും പാകിസ്ഥാനികളൊക്കെ നിസ്കരിക്കുന്ന ഹൈവേ റോട്ടിൽ പോകുന്ന സ്പീഡിൽ, വണ്ടി പോകുന്ന സ്പീഡിലുള്ള ഒരു ഓട്ടം ഉണ്ട്. എന്ത്? എത്തിദാലിൽ നൃത്തമില്ല, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇരുത്തമില്ല, ആ സൈസിലുള്ള നിസ്കാരമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിനയത്തോടുകൂടി പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വിനയത്തിൻ്റെ ചിഹ്നമായി ലോകത്തിൻ്റെ മുമ്പിൽ മാറിയതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെയും സഹാബാക്കളുടെയും നാട്ടിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരെ, നാമും വിനയത്തിൻ്റെ ചിഹ്നമായി, താഴ്മയുടെ ചിഹ്നമായി നമ്മുടെ ജീവിതത്തിൽ ആ സകലം മാറണം എന്നതാണ് സംസാരത്തിൻ്റെ സമാപനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ നാട് ലോകത്തോടൊതുന്ന കഥനകളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടിയാണ് 3 മെമ്പറിൻ്റെ മീതെ ഇമാമുകൾ ഇന്ന് സംസാരിച്ചതായ ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ സന്ദർശകർക്ക് അതും കൂടി ഓർമ്മ പുതുക്കാൻ അതിലൂടെ സാധിക്കുകയും ചെയ്തു. ഇനി മേലിൽ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവർത്തന സ്ഥലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇനി ജീവിതം മദീനീകരിക്കുക, മക്കീകരിക്കുക, ഇസ്ലാമീകരിക്കുക, സ്വർഗത്തോപ്പീകരിക്കുക, ഈ നാട്ടിലിറങ്ങിയ മതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. അതിനാണ് നിങ്ങൾ പരിശീലിപ്പിക്കേണ്ടത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ളതായ സഹോദരിമാർ ഇസ്ലാമിക പർദ്ദയിൽ ഒരു നിലക്കും എന്ത് ചെയ്യരുത്, ഒരു നിലക്കും വീഴ്ച വരുത്തരുത്. ഉഖബത്ത് ഇബ്നു മാലിക്, ഉഖബത്ത് ഇബ്നു ആമിർ, ഒരു ആ സഹാബി വന്നിട്ട് പറഞ്ഞു, റസൂലേ, എൻ്റെ പങ്ങൾ നേർച്ചയാക്കിയിരിക്കുകയാണ്. എന്താ നേർച്ച? എൻ്റെ പങ്ങൾ നേർച്ചയാക്കിയത് കഅബത്തിലേക്ക് നടന്നു പോകും, പർദ്ദ ധരിക്കാതെ പോകും. റസൂൽ പറഞ്ഞു, പെട്ടെന്ന് നിങ്ങളുടെ പങ്ങൾ നേർച്ച ക്യാൻസലാക്കട്ടെ, 3 നോമ്പ് പിടിക്കട്ടെ, എന്നിട്ട് പർദ്ദ ധരിക്കട്ടെ, ഖിമാർ ധരിക്കട്ടെ, എന്നിട്ട് വാഹനം കയറി കഅബയിലേക്ക് പോകട്ടെ. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ പർദ്ദ ഒഴിവാക്കുന്ന പദ്ധതി ഇസ്ലാമിലില്ല എന്ന് പഠിപ്പിച്ച നാട്ടിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ ഏത് കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണെങ്കിൽ പർദ്ദ ധരിച്ചിട്ടല്ലാതെ പോകരുത് എന്നാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരികളോട് പറയാനുള്ളത്. ജമാഅത്തോടു കൂടിയല്ലാതെ ഇനി നമസ്കാരമില്ല എന്ന് പുരുഷന്മാരോട് പ്രത്യേകിച്ച്. മദീനത്തെ പള്ളിയിൽ നമസ്കരിക്കാത്തവർക്ക് ചാൻസ് ഇല്ല. നമസ്കരിക്കാത്ത ജമാഅത്തായിട്ട് പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കാത്തവരെ ഞങ്ങൾ കപട വിശ്വാസികളുടെ ഇനത്തിലാണ് പെടുത്തൽ എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ വേണം. രോഗത്തിൽ പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ അപകടത്തിൽപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തട്ടെ, അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. അപ്രകാരം നമുക്കും ഇസ്ലാമിൽ അടിയുറച്ചു വന്നുകൊണ്ട് പ്രബോധനം ചെയ്യാൻ, പ്രവർത്തിക്കാൻ ദീർഘായുസ്സും ആരോഗ്യവും ശാരീരിക സാമ്പത്തിക വിജ്ഞാനയും മാനസിക ശേഷിയും അള്ളാഹു നൽകുമാറാകട്ടെ. മരിച്ചവരുടെ ഭാഗത്തിൽ നിന്നിട്ട് മരിച്ചവരുടെ വീട്ടുകാർ പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടിയും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ വെച്ച് വിട്ടട്ടെ. ജോലിയും പ്രയാസവും കഫീലുമായി വക്കാണവുമുണ്ടായവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചു. അവർ ആവശ്യപ്പെട്ടു. അവരുടെയും പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിക്കട്ടെ. അവർക്കുള്ള പ്രശ്നങ്ങൾ അള്ളാഹു മല പോലെ വന്ദന മഞ്ഞ് പോലെയാക്കി മാറ്റി തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാൻ അവർക്ക് നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുസ്ലിം ലോക രാഷ്ട്രങ്ങളിൽ അപകടത്തിൽ നിന്നിട്ട് ഇസ്ലാമിലൂടെ, സത്യത്തിലൂടെ, തൗഹീദിലൂടെ, ഖുർആനിലൂടെ, സുന്നത്തിലൂടെ അവർക്ക് സത്യത്തിലേക്ക് മടങ്ങി മോചനം നേടാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من ارادنا واراد اسلامنا واراد دعوتنا واراد بلاد الحرمين واراد قادة بلاد الحرمين سوءا اللهم فاشغله في نفسي واجعل تدميره يا رب العالمين. اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه. توفنا مسلمين والحقنا بالصالحين. اللهم يسر عسيرنا وسهل امورنا واغفر ذنوبنا واستر عيوبنا. ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل على محمد
മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.